കൊടുങ്ങല്ലൂർ അമ്മയുടെ പാരമ്പര്യ മേൽശാന്തിയാണെന്നുള്ളൊരു അഹങ്കാരം കുറച്ചു കാലം ഉണ്ടായിരുന്നു. അത് അമ്മ എന്താ പറയാ തകർത്തു. കോമരം എന്ന് പറയുന്ന ആരാണ്? അപ്പൊ ദേവിയുടെ തനി സ്വരൂപമായിട്ട് മാറുകയാണ്. അപ്പൊ അവര് അമ്മയായിട്ട് നേരിട്ട് സംവദിക്കുകയാണ് ചെയ്യുന്നത്. ഭരണിക്ക് വരുന്ന ശരിക്കും യഥാർത്ഥ ഭക്തന്മാരാണ്. നമ്മൾക്കൊക്കെ ജനനം തന്നത് ദേവിയാണ്, നക്ഷത്രം പേര് വരെ തന്നതൊക്കെ ദേവി തന്നെയാണ്. പിന്നെ നമ്മളൊന്നും അവിടെ പോയിട്ട് പറയേണ്ട കാര്യം. എന്തെങ്കിലും അത്ഭുതങ്ങൾ തോന്നിയിട്ടുണ്ടോ? ഇവിടെ കൊടുങ്ങല്ലൂർ അമ്മയെ ഒന്ന് തൊഴുത പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മോക്ഷ പ്രാപ്തിയിലേക്ക് ലയിക്കുന്നതാണത്. ആ 7 യാമപൂജകളും കഴിഞ്ഞിട്ട് ഏറ്റവും ചൈതന്യവത്തായിട്ടിരിക്കുന്ന ദിവസമാണ് നട തുറപ്പ്. ഭരണി കഴിഞ്ഞ നട തുറപ്പ്. അന്ന് തൊഴുന്നതാകട്ടെ 1 വർഷത്തെ ദർശനം ഉണ്ടാവും. അമ്മയെ അടുത്തറിയുമ്പോൾ എങ്ങനെയാണ് ആ ഒരു അനുഭൂതി? ഒരു നാമം ജപിക്കാത്ത ആളാണെങ്കിലും ശരി, ഈ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ കയറി തൊഴുതില്ലെങ്കിലും ശരി, പുറത്തേക്ക് ഇറക്കുമ്പോൾ അതിന് കുറേ ശാന്തമാകും. മൂകാംബികയിൽ ഞാൻ അനവധി കാലമായിട്ട് പോകാറുണ്ട്. അവിടെ ഇതിന്റെ പലരും അനുഭവം പറഞ്ഞു കേട്ടിട്ടുണ്ട്. പലരും അവിടെ ആത്മഹത്യ ചെയ്യാൻ വന്നിട്ടുള്ള പല ആളുകളും അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അത് മാറി. കൊടുങ്ങല്ലൂർ അമ്മയെ കാണാൻ വരാൻ പറ്റിയ ഏറ്റവും അനുയോജ്യമായ സമയം എപ്പോഴാണ്, അല്ലെങ്കിൽ എപ്പോ വന്നിട്ടാണ് ശരിക്കും അമ്മയെ കാണുന്നത്? ഇവിടെ രാവിലെ നട തുറക്കാൻ 4 മണിക്ക് നട തുറക്കും. ഇപ്പൊ രാവിലെ നട തുറക്കാൻ വെച്ചാലും ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. സാധാരണ ക്ഷേത്രങ്ങളെല്ലാം അഭിഷേകമൊക്കെ കാണാൻ കഴിയുമ്പോൾ ഭക്തന്മാർക്ക്, ഇവിടെ അതില്ല. അഭിഷേകത്തിന് ശേഷം മാത്രമാണ് ഭക്തജനങ്ങൾക്ക് നടന്നു തുറക്കുന്നത്. അങ്ങനെ ഞാൻ ആദ്യത്തെ ഇതിൽ പറഞ്ഞ ഗോപ്യാവസ്ഥമായിട്ടുള്ള ആ ഒരു രഹസ്യ വിധാനം ഉണ്ട്. ഗുഹ്യാതിഗുഹ്യം എന്നുള്ള പറഞ്ഞാൽ പലതും വെളിപ്പെടുത്താൻ പാടില്ല എന്നുള്ളതൊക്കെയാണ്. അതിൻ്റെ ആ ഒരു ക്രമം കൊണ്ടാണ് അതങ്ങനെ അഭിഷേകം കഴിഞ്ഞതിന് ശേഷം എന്നുള്ള ഒരു ഇത് വന്നിട്ടുള്ളത്. അപ്പൊ 4 മണിക്ക് നട തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു 6:15 വരെ ഒന്നും തിരക്കൊന്നും ഉണ്ടാവില്ല. 12 പൂജയ്ക്ക് ശേഷം 8 മണിക്ക് ശേഷമാണ് പൊതുവെ തിരക്കൊക്കെ ഉണ്ടാവുന്നത്. പിന്നെ വർഷത്തിലൊരിക്കൽ ഏറ്റവും തൊഴാൻ പറ്റിയ ഒരു ദിവസം, അല്ലെങ്കിൽ ഏറ്റവും നല്ല ദിവസമായിട്ട് പറയുന്നത് ഭരണി കഴിഞ്ഞിട്ടുള്ള നടതുറപ്പിൻ്റെ അന്നാണ് ഏറ്റവും നല്ല ദിവസം. കാരണം എന്താ വെച്ചാൽ ആ 7 യാമപൂജകളും കഴിഞ്ഞിട്ട് പബ്ലിക്കിനൊന്നും ദർശനം ഇല്ലാണ്ട് ആ 7 യാമപൂജകളും കഴിഞ്ഞിട്ട് ഏറ്റവും ചൈതന്യവത്തായിട്ടിരിക്കുന്ന ദിവസമാണ് നടതുറപ്പ്. ഭരണി കഴിഞ്ഞ നടതുറപ്പ്. അന്ന് തൊഴുന്നതാകട്ടെ 1 വർഷത്തെ ദർശനം കൂടിയും ഉണ്ടാവും. അതാണ് നടതുറപ്പിൻ്റെ ഒരു വിശേഷമുള്ളത്. പിന്നെ ഇനി മറ്റു ക്ഷേത്രങ്ങളിൽ ഇല്ലാത്തൊരു കാര്യം കൂടി ഉണ്ട് ചിലത്. അതായത് ഇപ്പൊ ഇവിടെ സാധാരണ പോയി പറഞ്ഞു അഭിഷേകം കഴിഞ്ഞിട്ട് മാത്രം ഭക്തജനങ്ങൾക്ക്. എന്നാൽ അത് മലയാള മാസം 1-ാം തീയതി അഭിഷേകം വൈകിട്ടാണ്. അത് നേരത്തെ ആദ്യം മുന്നേ സൂചിപ്പിച്ച പർവ്വപൂജ ഇവിടെ കൊടുങ്ങല്ലൂർ ഉണ്ടായിരുന്നത്, ശ്രീവിദ്യാസമ്പ്രദായത്തിലുള്ള പർവ്വപൂജ ഉണ്ടായിരുന്നത് സംക്രമത്തിനാണ്. അപ്പൊ ആ പൂജ കഴിഞ്ഞാൽ അന്ന് പിന്നെ വേറെ പൂജകളൊന്നും പാടില്ല എന്നുള്ളതാണ്. അന്ന് ഗുരുതി പൂജ ഒന്നും പാടില്ല, ഒരു പൂജകളും പാടില്ല. അപ്പൊ നമുക്ക് ശരിക്കൊക്കെ അല്ലെങ്കിൽ ദിവസം മാറുന്നത് ഉദിച്ചതിന് ശേഷമാണ്. ഇംഗ്ലീഷുകാർ വന്നപ്പോഴാണ് രാത്രി 12 മണി കഴിഞ്ഞപ്പോൾ ദിവസം മാറുന്നത്. നമ്മളെ പൂർവികമായിട്ട് ഉദയമാണ് നമ്മൾ കണക്കാക്കുക. അപ്പോൾ ആ പർവ്വപൂജ കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം ഉദയം കഴിഞ്ഞിട്ട് ദിവസം മാറുന്നുള്ളൂ. അതുകൊണ്ടാണ് മലയാള മാസം 1-ാം തീയതി അഭിഷേകം വൈകുന്നത്. എന്താണ് കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ച് ഗുരുതിയുടെ പ്രത്യേകതകൾ? ഗുരുതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭൂതഗണങ്ങൾക്കുള്ളൊരു തർപ്പണമാണത്. ഇപ്പോൾ രാജാവിനെ മാത്രം തൃപ്തിപ്പെടുത്തിയാൽ പോരല്ലോ, പരിവാരങ്ങളെയും വേണ്ടേ. അതുകൊണ്ടാണ്. അപ്പൊ അവിടെ ഒപ്പം തന്നെ ഭഗവതിക്കും പൂജ ചെയ്യും. അതിൻ്റെ ഒപ്പം തന്നെ തർപ്പണം മുഴുവൻ ഭൂതഗണങ്ങൾക്കാണ്. അതാണ് ഗുരുതര. ഇപ്പൊ 35-ലധികം വർഷക്കാലമായി കൊടുങ്ങല്ലൂർ അമ്മയുടെ മേൽശാന്തിയായിട്ട്. പാരമ്പര്യ മേൽശാന്തിയാണ്. എന്താണ് അമ്മയെ അടുത്തറിയുമ്പോൾ എങ്ങനെയാണ് ആ ഒരു അനുഭൂതി? അത് പ്രത്യേകിച്ച് ശരിക്ക് നമുക്ക് ഏറ്റവും നല്ലൊരു സുഖാനുഭവം അല്ലെങ്കിൽ കിട്ടിയിട്ടുള്ളത് ആ ഭരണിക്ക് നട അടച്ച സമയത്തുള്ള യാമപൂജകളിലാണ്. അപ്പം എന്താ വെച്ചാൽ വേറെ ആരുമില്ല, പബ്ലിക് ഇല്ല, ഒന്നുമില്ല. നമുക്കൊന്നും എന്താ പറയുക, ദേവിയെ ആരാധിക്കുന്നേ ശരിക്കും നമ്മളൊരു ലയാവസ്ഥയിലേക്ക് എത്തുന്ന, അതായത് ദേവി നമ്മൾ മാത്രമേ ഉള്ളൂ ആ സമയത്ത്. അതാണ് ഏറ്റവും നല്ല ഒരു ഇതല്ല. പക്ഷെ ഇപ്പം ഞാൻ ചെയ്യുന്നില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പം ആ യാമപൂജകൾ കൃത്യമായിട്ടുള്ള സമയത്തല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ പോകാറില്ല. അതുകൊണ്ടാണ്. വ്യക്തിജീവിതത്തിൽ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അമ്മയുമായി ബന്ധപ്പെട്ടിട്ട്? അനുഭവങ്ങൾ ഒരുപാടുണ്ട്. അത് എന്താ പറയുക, കുറച്ചും നല്ല അനുമതിയുണ്ട്. പക്ഷെ എങ്കിലും എനിക്ക് എൻ്റെ എന്താ പറയുക, ഞാൻ ആദ്യം ഇപ്പം ഞാൻ ബൈ പ്രൊഫഷണൽ അഡ്വക്കറ്റ് ആയിരുന്നല്ലോ. പക്ഷെ പിന്നീട് അത്
ദേവി തന്നെയാണ് സുപ്രീം കോടതി എന്നുള്ളൊരു തിരിച്ചറിവുണ്ടായപ്പോഴാണ് ഞാനതങ്ങനെ കോടതി ഇപ്പോൾ സജീവമല്ലാണ്ട് പിന്നെ ഇതിലേക്ക് തന്നെ ഇറങ്ങി തിരിച്ചതും. പിന്നീട് ഇവിടെയുള്ള ശ്രീചക്രമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അതിൻ്റെ പിന്നാലെ കുറെ പോവുകയും അതിനെക്കുറിച്ച് കുറെ അന്വേഷിക്കുകയും അങ്ങനെ ആ ഒരു സാധന പദ്ധതിയിലേക്ക് എത്തുകയൊക്കെ എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം ശരിക്ക് ഇവിടെ കൊടുങ്ങല്ലൂർ അമ്മയെ ഒന്ന് തൊഴുത പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അത് മോക്ഷ പ്രാപ്തിയിലേക്ക് ലയിക്കുന്നതാണത്. അതായത് ഒരു മോക്ഷവിദ്യയാണ് ശ്രീവിദ്യാസാധന എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 2 ശ്രീചക്രം ഉണ്ട്, സാക്ഷാൽ ത്രിപുര സുന്ദരിയായിട്ട് വിരാജിക്കുന്നു. അപ്പൊ ഇവിടെ ഒന്ന് തൊഴുന്നത് തന്നെ ജനങ്ങൾക്ക് ഭക്തർക്ക് മോക്ഷം കിട്ടും എന്നുള്ളതാണ്. എന്തെങ്കിലും അത്ഭുതങ്ങൾ തോന്നിയിട്ടുണ്ടോ? ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു, ആ ഒരു ലൈഫ് നമ്മൾ ഭയങ്കര പ്രാക്ടിക്കലി ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്, അല്ലെങ്കിൽ ഭയങ്കര റാഡിക്കൽ തിങ്കിങ് ആയിരിക്കണം ഒരു അഡ്വക്കേറ്റ് മിക്കവാറും ഉണ്ടാകുക അദ്ദേഹത്തിന്, ഞാൻ വിശ്വസിക്കുന്നു. അവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈഫിലേക്ക് മാറുന്നു. അപ്പൊ എന്തെങ്കിലും അത്ഭുതങ്ങൾ തോന്നിയിട്ടുണ്ടോ? അതായത് ഇപ്പൊ ഞാൻ ആദ്യം കുറച്ച് ദിവസമൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന അവസരത്തില് സിമ്പിളായിട്ടുള്ള ഒരു അനുഭവം എന്ന് ഞാൻ പറയാം. ഞാൻ അമ്പലത്തിൽ പൂജയൊക്കെ കഴിഞ്ഞ് വന്ന് ഒരു ദിവസം ഇരിക്കുന്ന സമയത്ത് എനിക്ക് അപ്പൊ 2 ഹസ്ബൻഡ് ആൻഡ് വൈഫ് തെറ്റിപ്പിരിഞ്ഞ് നിൽക്കുന്ന ഒരു ഇതില് ഞാനത് അവിടെ ഐകമത്യ സൂക്തമൊക്കെ പുഷ്പാഞ്ജലി ചെയ്യാൻ പറഞ്ഞു വന്ന് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇരിക്കുന്നു. ഈ സമയത്തുണ്ട് ഒരാൾ, എനിക്ക് വളരെ പരിചയമുള്ള ഒരാളാണ് എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ഡിവോഴ്സ് അത് ഫയൽ ചെയ്യണമെന്ന് പറയണം. അപ്പം എനിക്ക് അയാളെയും അദ്ദേഹത്തിൻ്റെ വൈഫിനെയൊക്കെ നന്നായിട്ട് അറിയാം. അപ്പം ഞാൻ നേരെ ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ വന്നിട്ടുള്ളത്. അവിടെ നിന്ന് യോജിപ്പിക്കാനും ഇവിടെ വേർപിരിക്കാനും. അപ്പം ഞാൻ കുറച്ചു നേരം ഇങ്ങനെ തന്നെ ആലോചിച്ചു. ഞാൻ ആ കേസ് ഞാൻ എടുത്തൊന്നുമില്ല. ഞാൻ അപ്പം ഇങ്ങോരെ അറിയാം, ഇങ്ങോരെ വൈഫിനെയൊക്കെ നന്നായിട്ട് അറിയാം. ഇങ്ങോരേക്ക് വേണ്ടിയിട്ട് ഞാൻ കേസ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഈ സ്ത്രീയെ കോടതിയിൽ സ്വഭാവഹത്യ ചിത്രീകരിക്കേണ്ടി വരും. അപ്പം നേരെ വിരുദ്ധമായിട്ടുള്ള സംഗതികളാവും. ഇതൊന്ന്. ഇതുപോലെ പല പല കാര്യങ്ങൾ ചില ആളുകൾ കേസ് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞതിന് മുമ്പ് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അമ്മയെ നന്നായിട്ട് പ്രാർത്ഥിക്കൂ, നിങ്ങളെ ക്ഷേത്രവാലിന് പോയിട്ട് നാളികേരടിക്കൂ. അപ്പോൾ കേസൊന്നും ഇല്ലാതെ അവരുടെ കാര്യങ്ങൾ സെറ്റിലായിട്ടുള്ള കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ടൊക്കെ ഒരു ചിന്ത വന്നിട്ടാണ് ഞാൻ പിന്നെ കോടതിയിൽ ഇങ്ങനെ സജീവമാകാതിരുന്നത്. അതുകൊണ്ടാണ്. ഇത്തരത്തില് കാര്യങ്ങളൊക്കെ നടന്നതിന് ശേഷം ആളുകൾ വന്ന് കണ്ടിട്ടുണ്ടോ? ഇഷ്ടം പോലെ അവരുടെ അനുഭവങ്ങളൊക്കെ ധാരാളം പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഭക്തരോട് പറയാനുള്ളത്, കൊടുങ്ങല്ലൂരിലേക്ക് വരുന്ന ഭക്തരോട്, അല്ലെങ്കിൽ അവർ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ട്? ഒന്നും പറയാനുള്ളത്, ഇപ്പോ അവനവന്റെ നിത്യജീവിതത്തിൽ ഒരു സാധനം വേണം. സാധനം വേണമെച്ചാൽ ഇപ്പോൾ ഒരു ഈശ്വരഭയം എന്നുള്ളത് ഇല്ലാത്തൊരവസ്ഥയായി കഴിഞ്ഞു, പ്രത്യേകിച്ച് വളർന്നു വരുന്ന അല്ലെങ്കിൽ യുവതലമുറയ്ക്ക് എന്ന് പറയാം. ഇതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണം നമ്മൾ നമ്മുടെയൊക്കെ കുടുംബ പരദേവത ആരാധനാ സമ്പ്രദായം കൈവിട്ടു എന്നുള്ളതാണ് പ്രധാനമായിട്ട്. മറ്റെല്ലാ തറവാടുകളിലും ഇപ്പോൾ കൊടുങ്ങല്ലൂർ നമ്മുടെ സങ്കല്പത്തിലോ നമുക്കൊരു ഒന്നുകിൽ ഭുവനേശ്വരിയായിട്ടോ കാളിയായിട്ടോ എന്തെങ്കിലും വെച്ചിട്ടൊരു ആരാധനാ സമ്പ്രദായം നിലനിന്നിരുന്നുണ്ടായിരുന്നു. പണ്ട് എല്ലാ തറവാടുകളിലും എല്ലാ ദേശങ്ങളിലും ഉണ്ടായിരുന്നു. പണ്ട് കാലത്ത് കേരളം അറിയപ്പെട്ട് തന്നിരുന്നത് തന്നെ സുന്ദരീപീഠം എന്നുള്ള പേരിലായിരുന്നു കേരളം അറിയപ്പെട്ടിരുന്നത്. കാരണം ത്രിപുര സുന്ദരിയെ ഉപാസിക്കുന്ന ഒരു പദ്ധതി എല്ലാവിടെയും ഉണ്ടായിരുന്നതാണ്. പിന്നീട് തറവാടുകളൊക്കെ ചിന്നപ്പിന്നായി പോയി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഉപാധികൾ ആ തറവാടുകൾ ഭാഗം വയ്ക്കുന്നതിനോ ഒക്കെ ഒരു തടസ്സമായിട്ട് നിന്നപ്പോൾ അവിടുത്തെ ചൈതന്യത്തിനെയൊക്കെ ആവാഹിച്ച് കൊടുങ്ങല്ലൂർ ചോട്ടാൻ ഇതുപോലുള്ള ക്ഷേത്രങ്ങൾ കൊണ്ടുപോയി സമർപ്പിച്ചു. സർപ്പക്കാവുകൾ ഉണ്ടായിരുന്നത് അതിനെ ആവാഹിച്ച് പാമ്പും മേക്കാട്ട് ആമയുടെ മംഗലം മണ്ണാറശാല പാതിരിക്കുന്നത്ത് ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ കൊണ്ടുപോയി സമർപ്പിച്ചു. അതെല്ലാം വെട്ടി നശിപ്പിക്കുകയും ചെയ്തു. അപ്പം ഇതൊക്കെ സംഭവിച്ചത് ചിലപ്പോൾ നമ്മുടെ പ്രായമായിട്ടുള്ള അച്ഛനമ്മമാരൊക്കെ നമ്മൾ പലരും നോക്കാൻ ബുദ്ധിമുട്ടൊക്കെ വിചാരിച്ചുള്ള വൃദ്ധസാധനത്തിൽ കൊണ്ടുപോയി ഏൽപ്പിക്കുന്ന, അവർ കൊണ്ടുപോയി ആക്കുന്ന ഒരു അവസ്ഥ തന്നെ വന്നു. അപ്പം നമ്മളെയൊക്കെ സംരക്ഷിച്ചു കൊണ്ടിരുന്നത് ഈ പരദേവത തന്നെയാണ്. ആ പരദേവത എന്താ പറയുക ആവാഹിച്ച് വല്ലവിടെയും കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊട്ടും സന്തോഷം ഉണ്ടായിരിക്കില്ല. അപ്പം ആ ഒരു പരദേവതയുടെ ആ ഒരു പ്രാക്ക് എന്ന് പറയുന്നില്ല, അവരുടെ ഒരു തൃപ്തിക്കുറവ് തന്നെയാണ് മൊത്തത്തിലുള്ള എല്ലാ നമ്മുടെ പ്രത്യേകിച്ച് ഇപ്പം നമ്മുടെ ഹൈന്ദവ ഭവനങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ സന്ധ്യയ്ക്ക് ഒരു നാമജപം ഇല്ലാതെയായി, വിളക്ക് വയ്ക്കുന്നത് കുറഞ്ഞു. ഇപ്പോൾ അടുത്ത കാലത്തൊക്കെയാണ് ജർമ്മൻ ശാസ്ത്രജ്ഞന്മാര് ചില കാര്യങ്ങളൊക്കെ കണ്ടെത്തിയത്. അതായത് നമ്മൾ ഹൈന്ദവ ഭവനങ്ങളിലൊക്കെ സന്ധ്യയ്ക്ക് ദീപം തെളിയിക്കുന്നു, ഇതിൻ്റെ ശാസ്ത്രീയത എന്താണെന്നൊക്കെ അവർ അന്വേഷിച്ച് കണ്ടു നോക്കിയപ്പോൾ
അവർ ഈ ദീപത്തുനിന്ന് ഒരു ശബ്ദം പുറപ്പെടുവിക്കുന്നു എന്നൊക്കെ കണ്ടെത്തലുണ്ടായി. അപ്പോൾ നമുക്ക് സാധാരണ 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ ആവർത്തിയുള്ള ശബ്ദങ്ങളാണ് നമുക്ക് ശ്രവ്യമാകുന്നത് കേട്ടിട്ടുള്ളത്. ഇതൊരു പക്ഷേ 20 താഴെയുള്ള ഒരു ശബ്ദമാണ്. അവരെന്തായാലും ആ ശബ്ദം എന്താണെന്ന് അനലൈസ് ചെയ്ത് നോക്കിയപ്പോൾ അത് ഒടുക്കം കണ്ടെത്തിയത് തഥാസ്തു എന്നുള്ളതാണ്. അപ്പോൾ പണ്ട് കാലത്ത് സന്ധ്യ ആകുമ്പോൾ വീട്ടിലുള്ള മുത്തശ്ശിവരെയും കുട്ടികളെ സന്ധ്യ ആവാറായിട്ട് വന്നു. അപ്പോൾ എല്ലാവരും കളികൾ നിർത്തി കുളിച്ച് മേലെ അല്ലെങ്കിൽ മേല് കഴുകി വന്നിട്ട് സന്ധ്യയ്ക്ക് ഒരു നാമജപം പതിവുണ്ടായിരുന്നു വീട്ടിലെല്ലാവരും കൂടി ഇരുന്നിട്ട്. അപ്പോൾ ഈ നാമജപിക്കുന്നതിൻ്റെ ഒപ്പം കുട്ടികൾ പ്രാർത്ഥിക്കും, ഞാൻ ക്ലാസ്സിൽ ഒന്നാമതാവണം, എനിക്ക് പരീക്ഷയ്ക്ക് എളുപ്പമാവണം എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഈ ദീപത്ത് പുറപ്പെടുവിക്കുന്ന ശബ്ദം തഥാസ്തു എന്നുള്ളത് തന്നെയായി. അപ്രകാരം ഭവിക്കട്ടെ എന്നായി. വീട്ടിലൊരു പെൺകുട്ടിയുണ്ട്, കല്യാണപ്രായമുള്ള കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീട്ടിലെ അമ്മമാർ പ്രാർത്ഥിക്കും, ഈ കുട്ടിയെ നല്ല കല്യാണം നടക്കണേ, നന്നായിട്ട് നടക്കണേന്ന്, അല്ലെങ്കിൽ മകൻ നല്ല ജോലി കിട്ടണേ, വീടിൻ്റെ പണി കഴിയണേ. അതല്ലെങ്കിൽ വീട്ടിലൊരാൾ അസുഖമായിട്ട് കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അസുഖം ഭേദമാവണേ. അപ്പൊക്കെ ഈ ദീപത്തിൽ പുറപ്പെടുവിക്കുന്ന ശബ്ദം തഥാസ്തു തഥാസ്തു തന്നെയാണ്, അപ്രകാരം ഭവിക്കട്ടെ എന്നുള്ളത്. അപ്പം അതിനൊരു ഫലം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ പല വീടുകളിലും സന്ധ്യയ്ക്ക് പേര് വിളക്കൊക്കെ വയ്ക്കുന്നുണ്ടാവും. പക്ഷെ 6 മണിക്ക് വിളക്ക് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ 6 മണി തൊട്ടുള്ള സീരിയൽ അവിടെ ഉണ്ടാവും. അപ്പം ഈ വിളക്ക് വെച്ചിട്ട് അവ പോയിട്ട് കാണലാവും. അപ്പം എന്താ വെച്ചാൽ ഈ സീരിയലിലുള്ള വയലൻസ് ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളും അധികവും അമ്മായിയമ്മ മരുമക്കളെ ദ്രോഹിക്കും, മരുമകളെ ദ്രോഹിക്കുന്നു, മരുമകളെ അമ്മായിയമ്മ, ഇതുപോലുള്ള കുറേ വിഷയങ്ങളൊക്കെ ആയിട്ടുള്ള ഇതൊക്കെ ആയിരിക്കും സീരിയലുകൾ ഉണ്ടാവുക. പേരിനവിടെ വിളക്ക് വെച്ചിട്ടുണ്ട്. അപ്പം അതിന്ന് വരുന്ന ശബ്ദം തഥാസ്തു തഥാസ്തു തന്നെയാണ്. അപ്പം ആ സമയത്ത് ആ കുടുംബത്തിൽ ഒട്ടും ശാന്തത ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് നമ്മൾ സന്ധ്യയ്ക്ക് ഒരു 10 മിനിറ്റ് നാമം ജപിക്കുക, എല്ലാവരും കൂടിയിട്ട് ജപിക്കുക. ഇനി അതല്ലെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ചോടനെ, കുളിക്കാണ്ട് നമ്മളൊരു സ്ഥലത്തേക്കും പോയില്ലല്ലോ, ആ കുളിച്ചിട്ട് ഒരു 5-10 മിനിറ്റ് നമ്മൾ ദേവിയെ പ്രാർത്ഥിക്കുക. ആ ഒരു ഉപാസന ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ദേവി നമ്മളെ അല്ലെങ്കിൽ ഒരു ഗൈഡ് ചെയ്തിടും, പ്രൊട്ടക്ഷൻ തന്നോളും. ഇങ്ങനെയൊക്കെയുള്ള ഗ്രഹങ്ങളിലാണെങ്കിൽ ഒരു ലവ് ജിഹാദും ഉണ്ടാവില്ല, അതുപോലത്തെ ഒരു വിഷയങ്ങളും അവിടെ വരില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അതുകൂടാതെ ഇപ്പം നമ്മളൊക്കെ ഈ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഇപ്പോൾ കുട്ടികൾ അമ്പലത്തിലേക്ക് വരാൻ തയ്യാറാകുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ നമ്മൾ നിർബന്ധിച്ച് കൊണ്ടുപോകുക തന്നെ വേണം. അല്ലാണ്ട് ആ കുട്ടികൾ 10 മണിക്ക് എഴുന്നേൽക്കും 11 മണിക്ക് എഴുന്നേൽക്കും എന്ന് പറയാൻ ഒരു ഭൂഷണമായിട്ട് കൊണ്ട് നടക്കാതെ അവരെ ഒരു നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ ഒപ്പം കൊണ്ടുപോകാനും രാവിലെ എന്തെങ്കിലും ജപിക്കാനും ഒക്കെ പ്രേരിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളതാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ച് കോമരങ്ങൾക്കുള്ള പ്രാധാന്യവും ഏറെ വലുതാണ്. ശരിക്കും ഈ കോമരങ്ങളുടെ ആ സമയത്തുള്ള ഒരു മാനസികാവസ്ഥയെ കുറിച്ചിട്ട് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മള് ഭരണിയുടെ സമയത്തൊക്കെ നമുക്ക് കാണാം വിവിധ ഭാവങ്ങളിലുള്ള അല്ലെങ്കിൽ വിവിധ പ്രായങ്ങളിലുള്ള സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഉണ്ടാകുന്ന ഒരു അവസ്ഥ എന്താണ് ശരിക്കും ഈ കോമരം എന്ന് പറയുന്നത് ആരാണ് എന്നുള്ളത്? കോമരം എന്ന് പറയുന്നത് അത് ശരിക്കും ദേവിയൊക്കെ ഉപാസിച്ച് അതിന് ചില യഥാർത്ഥത്തിൽ അതിൻ്റെ ആ ഒരു ഇതിനൊക്കെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇന്ന മാതി ഉപാസിക്കണം, ഇത്ര ദിവസം വേണമെന്നുള്ളതൊക്കെ. അതിനുശേഷമാണ് ദേവി അല്ലെങ്കിൽ പ്രത്യക്ഷാവുക അല്ലെങ്കിൽ അവർ ലയിക്കുക എന്നുള്ളതൊക്കെയാണ്. ഇന്നിപ്പോൾ മുഴുവൻ വരുന്ന കോമരങ്ങളുടെ കാര്യം എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കുറേയൊക്കെ പലതും പോയി കണ്ടല്ലോ, ഇപ്പോൾ റീൽസുകളിലൊക്കെയാണ് പ്രധാനം ഇങ്ങനെയുള്ളതൊക്കെ. പക്ഷേ യഥാർത്ഥത്തിൽ ഈ കോമരകൾ എന്നൊക്കെ പറയുമ്പോൾ ദേവിയുടെ തനി സ്വരൂപമായിട്ട് മാറുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ക്ഷീണം തോന്നില്ല. ഇപ്പം നമ്മളിപ്പോൾ ഒരു എവിടെയെങ്കിലും പോകുന്നുണ്ട്, നമുക്ക് 1 മണിക്കൂർ വരെ നമുക്ക് വെറുതെ നിൽക്കാൻ പറ്റുമോ? പറ്റില്ല. പക്ഷേ ഈ വരുന്ന ഈ കോമരങ്ങളൊക്കെ അവിടുന്ന് തൊട്ടേ അല്ലെങ്കിൽ തുള്ളി 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 കൊണ്ടാണ് വരുന്നത്. അത് 24 മണിക്കൂർ അല്ലെങ്കിൽ 38 മണിക്കൂർ ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ 2 ദിവസം വരെ ഇങ്ങനെ ഉള്ള കോമരങ്ങളെ നമുക്ക് കാണാൻ കഴിയും. അവരൊക്കെ ശരിക്കും അതിൽ ദേവിയുടെ ചൈതന്യം അവരിലില്ലാതെ അവർക്ക് സാധിക്കില്ല. അപ്പം അങ്ങനെ ഭക്തിയുടെ വ്യത്യസ്ത അല്ലെങ്കിൽ വേറിട്ട അനുഭവം അല്ലെങ്കിൽ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഭരണിക്ക് വരുന്ന അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ നമ്മൾ വന്നാൽ അത് നമുക്കത് കാണാൻ കഴിയും. അവർക്ക് ശരിക്കും വരുന്നത് ശരിക്കും സാധാരണക്കാരാണ്. സാധാരണക്കാർ ശരിക്കും അവർക്ക് വേറെ ഒന്നുമില്ല. ഇപ്പം നമ്മളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ പറയാനുണ്ടാവും. അത് ഇനിയും വല്ലതും പറയാൻ മറന്നെങ്കിലും വെച്ച് നമ്മൾ എഴുതി വയ്ക്കും കൂടി ചെയ്യും. പക്ഷെ ഇവരൊന്നും അങ്ങനെ ഇല്ല. ഇവരന്ന് പുറപ്പെട്ടു വരുന്ന അമ്മയെ ഒന്ന് കാണുന്നു. ഈ 1 കൊല്ലം കൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വന്ന് തൊഴുത് പോയിട്ട് അവർ ചാർജ് ചെയ്ത് പോവുകയാണ്. അടുത്ത കൊല്ലം വരയ്ക്കുള്ള എനർജി അത് നമ്മുടെ നിന്ന് ചാർജ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അവർ പിന്നെ അടുത്ത വർഷം മാത്രമേ വരുന്നുള്ളൂ. പിന്നെ അത് മാത്രമല്ല, അവർക്ക് അങ്ങേയറ്റം ദേവിയുടെ ശങ്കല്യ, അവർക്ക് ശങ്കല്യ ദേവിയിൽ സമർപ്പണം. നമുക്ക് പിന്നെയും അത് ശരിയാവുന്നുണ്ടാവും, അവർക്കതില്ല.
കാരണം പല ആളുകളും വന്ന് ഭരണിക്ക് വരുന്ന ഭക്തന്മാർ നടയിലെത്തിക്കഴിഞ്ഞാൽ കയ്യിലുള്ളതെല്ലാം അമ്മയ്ക്ക് സമർപ്പിച്ചിട്ട് അമ്മ എൻ്റെ മകളുടെ കല്യാണം കഴിയണേ അടുത്ത പ്രാവശ്യം വരുമ്പോഴേക്കും അവരെന്നെ ഞാൻ പിന്നെയും കണ്ടിട്ട് പിറ്റത്തെ പ്രാവശ്യം വന്നിട്ട് അമ്മയെ മകളുടെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അപ്പം അവര് അമ്മയായിട്ട് നേരിട്ട് സംവദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ സാധാരണ അല്ലെങ്കിൽ ഒന്ന് ആ സമയത്ത് അമ്പലത്തിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്ന് പിന്നാക്കം മാറിയിരിക്കാറുണ്ട്. കാരണം നമ്മൾ മുന്നാക്കം ഇരുന്നിട്ട് നമ്മളവർക്കൊരു തടസ്സമാവണ്ട എന്നുള്ള കരുതിയില്ല. കാരണം അവർ ദേവിയായിട്ട് നേരിട്ട് സംവദിക്കട്ടെ. അതാണ് ഭരണിക്ക് വരുന്നത് ശരിക്കും യഥാർത്ഥ ഭക്തന്മാരാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കല്ല് മൂടിയാന്ന് തൊട്ടിട്ട് കാവതണ്ടിൽ വഴിയുന്ന വരെയാണ് ഞാൻ ഏറ്റവും അല്ലെങ്കിൽ ദേവി ചിരിച്ചുല്ലസിച്ചിരിക്കുന്ന കണ്ടിട്ടുള്ളത്. ആ സമയത്താണ് ഏറ്റവും കൂടുതൽ പ്രസന്നവതനയായിട്ടിരിക്കുന്നത് ആ 7 നാളുകളിലാണ് മരിക്കുന്നത്. ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ അപ്പൊ ഈ കോമരങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ട്രാൻസ് സ്റ്റേറ്റിലേക്കുള്ള ഒരു മാറ്റം സൈക്കോളജിക്കലി സംസാരിക്കുമ്പോൾ അവർക്ക് ഉണ്ടാകുമോ എന്നുള്ളതാണ്. ഉണ്ടാകും. അത് ആ ഒരു താളങ്ങളുടെയും അല്ലെങ്കിൽ ആ ഒരു നമ്മൾ നിൽക്കുന്ന ആ ഇടത്തിന്റെ ഇടത്തിന്റെ പ്രത്യേകത ഉണ്ട്. പിന്നെ ഇപ്പൊ ഈ കുംഭഭരണി തൊട്ടിട്ട് ആൾക്കാർ വ്രതം അനുഷ്ഠിച്ചു വരുന്നില്ലേ, അതിന്റെ പവറുണ്ട്. പിന്നെ ഇരിക്കുന്ന ദേവിയുടെ പവറുണ്ട്. ഇതെല്ലാം കൂടി ഒന്നിച്ചു വരുമ്പോൾ ഇതുണ്ട്. ഇവിടെ എല്ലാവരും ഒന്നുണ്ട് അമ്മയെ ദേവി ശരണാണ് വിളിക്കുന്നത്. അപ്പൊ ആ ഒരു മാസമായിട്ടുള്ള ഒരുമിച്ചുള്ള ഒരു പ്രാർത്ഥനയ്ക്കുള്ള അതിന്റെ എന്താ പറയാ നാമ ജപത്തിന്റെ ആ ഒരു വീജികളിൽ അത് അന്തരീക്ഷത്തിലൊക്കെ സൃഷ്ടിക്കുന്ന ആ ഒരു ഇതൊക്കെ അതിന്റെ എല്ലാം കൂടിയിട്ടുള്ള ഒരു ഇതാണത്. അത് വേർതിരിച്ച് നമുക്ക് പറയാൻ കഴിയില്ല. അതെ, ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു ഇടത്തിൽ അത് ഉണ്ടാക്കുന്ന ഒരു ഓറ അത് ദേവിയുടെ ബിംബത്തിലേക്ക് പ്രതിഫലിച്ച് കണ്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അതായത് ഞാൻ പറഞ്ഞപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഓരോരുത്തർ അമ്പലത്തിൽ നിന്ന് അല്ല പല സ്ഥലത്തുനിന്നും വരുന്നു, ജപിക്കുന്നു, നാമം ചെല്ലുന്നു. ഇവരൊക്കെ അവരെ ആർജിച്ച ചൈതന്യം അതിന് ശരിക്കും ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണിത്. അപ്പൊ ഇതൊന്നും ഇല്ലാത്ത ഒരാൾക്ക് ഇപ്പൊ ചില ആളുകൾ ചില പ്രത്യേക ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ ആൾക്ക് ആകെ മാറ്റം വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഒരു നാമം ജപിക്കാത്ത ആളാണെങ്കിലും ശരി, ഈ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ നിന്ന് കയറി തൊഴുതില്ലെങ്കിലും ശരി, പുറത്തേക്ക് ഇറക്കുമ്പോൾ അയാളുടെ കുറെ ശാന്തമാകും. അത് ഇതിന്റെ ഭാഗമാണ്. അപ്പൊ പലരും ഇപ്പൊ മൂകാംബികയിൽ ഞാൻ അനവധി കാലമായിട്ട് പോകാറുണ്ട്. അവിടെ ഇതിന്റെ പലരും അനുഭവം പറഞ്ഞു കേട്ടിട്ടുണ്ട്. പലരും അവിടെ ആത്മഹത്യ ചെയ്യാൻ വന്നിട്ടുള്ള പല ആളുകളുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അത് മാറി. പിന്നെ അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് നല്ല രീതിയിലൊക്കെ ആയിട്ടുള്ള ആളുകൾ അനവധി പേരുടെ അനുഭവം ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇപ്പൊ നമ്മൾ ഈ ഓരോരുത്തരും ജപിക്കുന്ന അല്ലെങ്കിൽ ആർജിക്കുന്ന ഇത് അവിടെ എന്താ പറയാ ഡെപ്പോസിറ്റ് ആവാണ്. അതൊന്നും ഇല്ലാത്ത ആൾക്കും കിട്ടുകയാണ്. നമ്മളിപ്പോ പറഞ്ഞല്ലോ ഈ ക്ഷേത്രങ്ങളിലേക്ക് പോകുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും ദേവിയോട് പറയാൻ. ഇപ്പൊ മോളുടെ കല്യാണം കഴിയണം, ജോലി കിട്ടണം, അല്ലെങ്കിൽ സാമ്പത്തികപരമായി രക്ഷപ്പെടണം. ശരിക്കും പറഞ്ഞ ക്ഷേത്രത്തിൽ പോകുമ്പോ ഇത്തരം കാര്യങ്ങളാണോ പറയേണ്ടത്, അതോ ആ ഒരു മന്ത്രത്താൽ മുഖരിതമാക്കുകയാണോ വേണ്ടത്? ഒന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഇതൊന്നും പോയിട്ട് നമ്മൾ ദേവിയുടെ അടുത്തും പോയിട്ട് പറയേണ്ട കാര്യമില്ല. കാരണം നമ്മൾക്കൊക്കെ ജനനം തന്നത് ദേവിയാണ്. നക്ഷത്രം പേര് വരെ തന്നതൊക്കെ ദേവി തന്നെയാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയുന്നതും ദേവി തന്നെയാണ്. പിന്നെ നമ്മളൊന്നും അവിടെ പോയിട്ട് പറയേണ്ട കാര്യമില്ല. അപ്പം നമ്മളിപ്പോൾ രാവിലെ കുളിച്ച് വന്നാൽ കൊടുങ്ങല്ലൂരം തൊഴാം വെച്ചിട്ട് കൊടുങ്ങല്ലൂർക്ക് പുറപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ ദേവിക്ക് അറിയാം നിങ്ങൾ എന്തിനാണ് വരുന്നത്, എന്ത് പ്രാർത്ഥിക്കാനാണ് വരുന്നുള്ളത്. ഇതായിട്ട് ബന്ധപ്പോൾ വലിയൊരു അനുഭവം കൂടി ഞാൻ പറയാം. തിരുവല്ലാമലയ്ക്ക് അടുത്തൊരു മേജർ ജനറൽ, അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ വിദേശത്താണ്. അപ്പോൾ അദ്ദേഹം വൈഫും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കോയമ്പത്തൂർ ഈ എക്സ് മിലിറ്ററിക്കാരൊക്കെ ഒരു വില്ലേജ് പോലെയുണ്ട്. അവിടേക്ക് മാറാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഇവരെ ഈ സ്ഥലം വിൽപ്പനയാവുന്നില്ല. അങ്ങനെ അവിടെ ചില പരിഹാര ക്രിയകൾ അവിടുത്തെ ഭുവനേശ്വരി സാന്നിധ്യം കൊടുങ്ങല്ലൂർക്ക് അങ്ങനെ കുറേ തോന്നും. ഇതിനെ നിയോഗിക്കപ്പെട്ട ഞാനായിരുന്നു. അപ്പം അപ്പം അദ്ദേഹത്തിന് നടക്കാൻ വയ്യ, കൊടുങ്ങല്ലൂർക്ക് വരാൻ വയ്യ. അപ്പം എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞ് ഞാനങ്ങോട്ട് എത്തി. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അവിടുത്തെ പണിക്കാരി ഗേറ്റൊക്കെ തുറന്നു നിന്ന് നല്ലോണം ഇങ്ങനെ തൊഴുതിങ്ങനെ നിൽക്കുന്നുണ്ട്. കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പത്തെ അവസ്ഥയാണ്. അപ്പം ഞാൻ ആ സമയത്തൊക്കെ കൊടുങ്ങല്ലൂർ അമ്മയെ പൂജിക്കുന്ന ഒരാളെ എന്നുള്ള രീതിയിൽ എനിക്ക് നല്ല അഹങ്കാരം ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ ആള് എന്താ ചെയ്യുന്ന കൊടുങ്ങല്ലൂർ അമ്പലത്തിലെ പാരമ്പര്യ മേശാന്തി. അപ്പോൾ അവർ നമസ്കരിക്കും, ഇതൊക്കെ ഇല്ല. ഇതിലൊക്കെ ഞാനൊരു ആനന്ദം കണ്ടെത്തിയിരുന്നു ആ സമയത്താണ്. അപ്പം ഞാനിങ്ങനെ ഇവരെ ഗേറ്റൊക്കെ തുറന്ന് മാറിയിരുന്നു. അപ്പം ഞാൻ ഇതൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് പോവാണ്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിനെ കണ്ടു സംസാരിക്കുകയാണ്. അപ്പോഴേക്കും ഈ അമ്മ പോയിട്ട് കുളിച്ചു വന്നു, ഭസ്മക്കുറിയൊക്കെ തൊട്ടിട്ട് വന്നു.
എന്നെ ഒരു നമസ്കാരമാണ്. ഉം. അപ്പം ഞാൻ പറഞ്ഞു എന്താ അമ്മേ ഞാൻ നമസ്കരിക്കല്ലേ പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു ഞാൻ അമ്മയാണ് നമസ്കരിച്ചത് ആദ്യത്തെ പ്രകാരം. അത് കഴിഞ്ഞിട്ട് വീണ്ടും മാറി നിന്നിട്ട് മടിയിൽ നിന്ന് ഒരു 100 രൂപ വെച്ച് ദക്ഷിണ വെച്ച് വീണ്ടും നമസ്കരിക്കാൻ പുറപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ അമ്മേ എങ്ങനെ വെച്ചാൽ എനിക്ക് 1 രൂപ തരുമോ? ഞാൻ അമ്മയ്ക്കാണ് സമർപ്പിച്ചത്. രണ്ടാമത്തെ പ്രകാരമായി. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ ചോദിച്ചത് അമ്മ അയച്ചതാണേലേ ചോദിച്ചു. അപ്പം എനിക്ക് തോന്നി എൻ്റെ പിന്നിൽ എന്തോ ഉണ്ടോ. അപ്പം അവർ പറയാണ്, അപ്പം ഞാൻ ചോദിച്ചു എന്താ അമ്മ അങ്ങനെ ചോദിച്ചത്? അപ്പോൾ അവർ പറയാണ് അവർ 7 വയസ്സ് മുതൽ അവരുടെ അച്ഛൻ്റെ ഒപ്പം കോഴിക്കല്ല് മൂടുന്ന കൊടുങ്ങല്ലൂർ ഒന്ന് തൊഴാറുണ്ട്. അങ്ങനെ 50 വർഷമായിട്ട് തൊഴുതാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവർക്ക് വരാൻ പറ്റില്ല. അപ്പം ഞാൻ ഈ ഭരണിക്ക് നട അടച്ചതിന് ശേഷമുള്ള 3-ാമത്തെ ദിവസം കാർത്തികയുടെ അന്നാണ് അവരോട് പോണത്. അപ്പം അമ്മ അയച്ചതാവൂലെ എന്ന് ചോദിച്ചത്. ഞാനാകെ സ്തബ്ധനായി, തെരിച്ചു പോയിരുന്നിട്ട് ഒന്നും പറയലുണ്ട്. അത് കഴിഞ്ഞിട്ട് അവർ പിന്നെ പറഞ്ഞത് തിരുമേനി അവിടെ പൂജയ്ക്ക് ഇരിക്കുമ്പോൾ എൻ്റെ കുട്ടികൾക്ക് പണിയെടുക്കാനുള്ള ആരോഗ്യം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളെന്തൊക്കെയാ പ്രാർത്ഥിക്കുക? ഈ പറഞ്ഞ പോലെ മറക്കാതിരിക്കാൻ എഴുതി കൊണ്ടുപോകും. അവർ പറയുന്നത് കുറെ പണം വേണം ഒന്നുമല്ല, ഇതുപോലെ പണിയെടുക്കാനുള്ള ആരോഗ്യം ഉണ്ടാവണം എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം അമ്മേ അപ്പം കുട്ടികളുടെ പേര് നക്ഷത്രം എന്ന് പറയും, ഞാൻ എഴുതിയിരിക്കാന്ന്. അതൊക്കെ അമ്മയ്ക്ക് അറിയാമെന്ന് പറഞ്ഞു. കരഞ്ഞുപോയി. കാരണം അത്രമാത്രം അവർക്ക് ആ ഡെഡിക്കേറ്റഡ് ആണ് ഇവരെ. അവർ അത്രത്തോളം അടുത്ത് അത്രത്തോളം അടുത്ത് നിൽക്കണം. അപ്പം അതിനുശേഷം ഞാൻ നമ്മുടെ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ വരുന്നവരോട് എന്നെ പൂജ കഴിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരാളോടും ഒരുപാട് ചോദിക്കാറില്ല, പല പേരുന്നാളും ചോദിക്കാറില്ല. കാരണം എല്ലാം അമ്മയ്ക്ക് അറിയണതല്ലേ. അപ്പൊ അവര് വന്ന് ഭരണിക്ക് വരുന്ന സാധാരണ ഞാൻ പറയുന്നത്. അപ്പൊ അത്ര ആഴത്തിലേക്ക് പോയിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ സന്യാസിമാരോ ആചാര്യന്മാരോ ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. എല്ലാം അമ്മയിലേ. അപ്പൊ അതാണ് വേണ്ടത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഭഗവാനെ അല്ലെങ്കിൽ ദേവിയെ നമ്മുടെ ഇഷ്ട ദൈവത്തെ നമ്മൾ സ്തുതിക്കുക. ക്ഷേത്രത്തിൽ കൂടുതലും പറയേണ്ടില്ല, അവർക്കറിയാം നമുക്ക് എന്ത് തരണം എന്നുള്ളത്. പിന്നെ നമ്മൾ അനുഭവിക്കുന്നതും അല്ലെങ്കിൽ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടിട്ടുള്ളതും ഒക്കെ നമ്മുടെ പൂർവ്വജന്മമായിട്ട് റിലേറ്റഡുമാണ്. അപ്പൊ നേരത്തെ പറഞ്ഞല്ലോ കൊടുങ്ങല്ലൂർ അമ്മയുടെ പാരമ്പര്യം മേൽശാന്തിയാണെന്നുള്ളൊരു അഹങ്കാരം കുറച്ചു കാലം ഉണ്ടായിരുന്നു. അത് അമ്മ എന്താ പറയാ തകർത്തു. അതെ, അന്നത്തോട് കൂടിയിട്ടാണോ ആ ഒരു ചിന്താഗതിയെ മാറിപ്പോയത്? വളരെ മാറി. അത് ജീവിതത്തിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഒരുപാട്. ഇതൊരു 20 ഏകദേശം 25 കൊല്ലൊക്കെ ആയിട്ടുണ്ടെന്നൊക്കെ തോന്നുന്നു. പിന്നീട് അമ്മയെ കാണാൻ സാധിച്ചിട്ടുണ്ടോ? പിന്നീട് അമ്മയെ കാണാൻ സാധിച്ചിട്ടില്ല. ആ അമ്മയെ ഞാൻ അന്ന് എൻ്റെ ഗുരുവാക്കി സങ്കല്പിച്ചിട്ടുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷം കണ്ടതിലും സംസാരിച്ചതിലും, ഇത്രയും അനുഭവങ്ങൾ പങ്കുവച്ചതിന്, ഇത്രയും അറിവുകൾ പകർന്നതിന് നന്ദി.